ഹായ് ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഫ്രം സീസൺ 4 ഒഫീഷ്യലായിട്ട് എൻഡ് ചെയ്തിരിക്കുകയാണ്. സീസൺ 10 ഇപ്പോൾ 28 ഞായറാഴ്ച നമുക്ക് റിലീസായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞു. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.5 മണിക്കൂർ നീളമുള്ള ഫൈനലാണ്. അതൊക്കെ വെറും ഫേക്ക് ന്യൂസ് ആണ്. ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി. കഴിഞ്ഞ പ്രാവശ്യം സീസൺ 3ന്റെ അവസാനം ഇത്തിരിയും കൂടെ മറ്റേ ഏതോ സീരീസിന്റെ എർത്ത് ബൈറ്റ്സിന്റെ ഇത്തിരി പാർട്ട് ഇട്ട് അതൊന്ന് വലിച്ചു നീട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാ തോന്നുന്നു ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് വാസ് ലൈക്ക് എ ഓക്കെ എൻഡിങ് ആണ് എനിക്ക് തോന്നിയത്. കുറെ സംഭവങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മെയിൻ സിനോപ്സിസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബോയ്ഡും ടീമും കൂടിയിട്ട് ഒരു വലിയൊരു ഇവന്റ് ചേഞ്ച് നടത്താൻ പോകും. അല്ല, എന്താ പറയാ, ബോണ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആബിദിയും ജേഡും താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവരുടെ ട്രീ പുള്ളി ഇത് മാറ്റുക, റൂട്ട് അടക്കം. ആ ഒരു ഇവന്റ് ആണ്. ഇതിലിപ്പോ എന്താ പറയാ, കുറേ കാര്യങ്ങൾ ഇങ്ങനെ തിയറിറ്റിക്കലി ഇങ്ങനെ പ്രൂവ് ചെയ്ത സംഭവങ്ങൾ ഒന്ന് കൺഫേം ആയി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വൺ ഓഫ് ദ മെയിൻ കാര്യം. സ്റ്റാർട്ടിങ് ഫ്രം എന്താ പറയാ, മോൺസ്റ്റേഴ്സിന് ലൈറ്റ് പേടിയെന്നുള്ള കാര്യം. രാവിലെ എന്താ അവർ നടക്കാത്തെന്നുള്ളതിന്റെ മെയിൻ കാരണം അത് രാവിലെ ആയതുകൊണ്ടല്ല, അവർക്ക് ലൈറ്റ് പേടിയെന്ന്. കാര്യം ഈ സീരീസിന്റെ ഇടയ്ക്ക് സ്പോയിലർ ആകും, പക്ഷേ സീരീസ് കണ്ടവർ കണ്ടാൽ മതി. പകുതിക്ക് വെച്ചിട്ട് ഫുള്ള് ഇരുട്ടാവുന്നുണ്ട്. മോൺസ്റ്റേഴ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. അവർക്ക് ഇരുട്ട് മാത്രമേ കൊണ്ടുള്ളൂ, ലൈറ്റ് പാടില്ല, ലൈറ്റ് ഇഷ്ടമല്ല. കാര്യം ലൈറ്റിന്റെ തൊട്ടപ്പുറത്തെത്തുമ്പോൾ അവർ പേടിച്ച് പിന്മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് അങ്ങനത്തെ തിയറീസ് കുറച്ചൊക്കെ ട്രൂ ആയി. പിന്നെ ഡെത്ത്, എന്തായാലും എൽജിന്റെ ഡെത്ത് ഞാൻ ഏറെക്കുറെ കൺഫേം ആക്കിയതായിരുന്നു. പക്ഷെ മൂപ്പരാൾ എന്തായാലും കൈവിടാതെ ഒരു നല്ല രീതിയിൽ ചത്തുപോയി. ചത്തുപോയി, എവിടായി. ഇങ്ങനെ മാരിയലിന്റെ ഡെത്താണ് എനിക്ക് സങ്കടമായത്. പാവൊന്നും പ്രതീക്ഷിച്ചുമില്ല, വല്ലാത്തൊരു ഡെത്തായി പോയി. ഞാൻ വിചാരിച്ചു ഫാത്തിമ അവിടെ വല്ലതൊക്കെ ചെയ്തിട്ട് മാരിയലിനെ രക്ഷിക്കുന്നു വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. നമ്മുടെ ബോയ്ഡിന്റെ കൊച്ചുമോൻ വന്നിട്ട് അടാക്കി കളഞ്ഞു നമ്മുടെ മാരിയലിനെ. മാരിയലിനെ ആദ്യം എനിക്ക് ഉറപ്പായിരുന്നു കെന്നിയുടെയും നമ്മുടെ മറ്റോളുടെയും റിലേഷൻഷിപ്പിൽ വന്നിട്ട് ഒരു ലെസ്ബിയൻ കളിച്ചപ്പോ മാൻ വൈ ദിസ് ഗേൾ നൗ എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ലേറ്റർ ഷി വാസ് ലൈക്ക് ഗുഡ് ക്യാരക്ടർ, ഷി ഹാസ് ഹെർ ഓൺ ട്രോമാസ്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോ മരിച്ചപ്പോ ചെറിയൊരു വിഷമം ഉണ്ടായി. അതിന്റെ ഇടയ്ക്ക് എന്റെ പൊന്നെ, മറ്റേ ഇവര് ആ തിരിച്ചു വരുന്ന ടൈമില് തോക്കെടുത്ത് വെടിവെക്കലും മാങ്ങാത്തോലി എനിക്ക് ശരിയാവുന്നായിരുന്നു. അതേപോലെ ബോഡിന്റെ കുറെ ഡയലോഗ്സ്, ഐ നോ കാം ഡൗൺ കാം ഡൗൺ, ആ സാധനം ട്രോൾ മെറ്റീരിയൽ ആയിട്ട് വരെ ഇറക്കാൻ തുടങ്ങി. ഇവന്മാരൊന്നും കാണുന്നില്ലടാവും. എവിടെ ചെന്നാലും ഇയാൾക്ക് ഈ ഡയലോഗ്. എനിക്ക് ബോഡിന് ഇഷ്ടമില്ലായിരുന്നില്ല, നല്ല ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. പക്ഷെ ചെങ്ങയുടെ ഡയലോഗ്സ് ഇപ്പൊ ട്രോൾ മെറ്റീരിയൽ ആയി മാറാൻ തുടങ്ങി. കാം ഡൗൺ, ഐ നോ കാം ഡൗൺ, എന്തൂട്ടത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അത് പെട്ടെന്ന് കണ്ടപ്പോ ചിരിക്കാനുള്ളൊരു ഇത് തോന്നി, ഈവൻ ടു സീരിയസ് സിറ്റുവേഷൻസിൽ. ആൻഡ് എന്താ പറയാ, വേറെയും കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു ഈ ത്രൂ ഔട്ട് ഇതിൽ. മെയിൻ എനിക്ക് ആ റൺ ടൈം കുറഞ്ഞ് ഇത്ര ഇതായി. ആൻഡ് ഒരു ഭയങ്കര വലിയ സീരീസ് ഫിനാലെ പോലെ തോന്നിയില്ല. ഇടയ്ക്ക് ഒരു ഫ്രെയിം കണ്ടപ്പോ വിചാരിച്ചു പടച്ചോന് എന്തുട്ട് സ്ട്രേഞ്ചർ തിങ്സിന്റെ ഫിനാലേന്ന്. മറ്റേ ഇടിമിന്നൽ ആകാശത്തേക്കൊക്കെ അടിച്ച് ആകാശമൊക്കെ ചുവപ്പും കറുപ്പും നിറത്തിൽ അങ്ങനെ ആകുമ്പോ ശരിക്ക് ശരിക്കും എനിക്ക് തോന്നി അത് എന്താവും സ്ട്രേഞ്ചർ തിങ്സിന്റെ ആ ഒരു സ്കൈ ഇല്ലേ, ബ്ലാക്ക്. സീസൺ 4ന്റെ എൻഡിങ്ങിൽ വന്നിട്ട് അങ്ങനത്തെ ഒരു സ്കൈ വന്നിട്ടുണ്ടായിരുന്നേ തോന്നുന്നു. എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. എന്നാലും ഫാത്തിമാന്റെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ചപ്പോ പാവം തോന്നി. ഒന്ന് ഗർഭിണി എന്നുള്ള കുറ്റത്തിനെ പാവം ഇപ്പൊ എന്തൊക്കെ അനുഭവിച്ചേ. ഇനി ഓള് മോൺസ്റ്ററാണ്. അത് വാസ് ലൈക്ക് എന്തോ പോലെ. അതേപോലെ ഈ സീസണിൽ ആരും ഫോക്കസ് ചെയ്യാത്തൊരു സംഭവം ഉണ്ട് അധികം, ഡ്രീം വാക്കിംഗ്. ആദ്യത്തെ കുറച്ച് എപ്പിസോഡ് കഴിഞ്ഞപ്പോ ഡ്രീം വാക്കിങ്ങിനെ കുറിച്ച് എല്ലാരും പറഞ്ഞു. മറ്റോള് പോയിട്ട് ടാലിസ്മാൻ ഓള് സോഫിയ പോയിട്ട് നമ്മുടെ മാനിങ്ങിയല്ലോ പോയിട്ട് എല്ലായിടത്തും ടാലിസ്മാൻ കളക്ട് ചെയ്തായിരുന്നു. അതെല്ലാം കൊണ്ടുപോയിട്ട് ഇട്ടത് ഇരിക്കുന്ന മറ്റേ ട്രീലാ. മറ്റേ ഒരു സ്ഥലത്ത് നിന്ന് ഇതാക്കിയ വേറെ സ്ഥലത്ത് ഇറങ്ങൂലേ, മറ്റേ ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുള്ള ഒരു ട്രീ ഇല്ലേ, പോർട്ടലുള്ള പോലത്തെ. എനിക്ക് തോന്നുന്നു അതായിരിക്കും ചിലപ്പോൾ ഇനി ടൈം ട്രാവൽ ചെയ്തിരിക്കും. കാര്യം ഇവിടെ എവിടേക്കോ ടൈം ട്രാവൽ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഇട്ട ടാലിസ്മാൻ ആയിരിക്കും അന്ന് പോയിഡിന്റെ കിട്ടിയിട്ടുണ്ടാവുക. മേ ബി എനിക്ക് തോന്നുന്നു, ഞാൻ വെറുതെ ഒരു ഗസ് അടിച്ചാ, ഞാനൊരു തിയറി ഇറക്കിയതാ. അന്ന് അവിടെ വീണ ടാലിസ്മാൻ ചിലപ്പോൾ ഈ ടാലിസ്മാൻ ആയിരിക്കാം അവന്റെ. അല്ലെങ്കിൽ ഈ ടാലിസ്മാൻ ചിലപ്പോൾ ഇവരുടെ കയ്യിൽ തന്നെ വീണ്ടും എത്തിയിരിക്കാം. അങ്ങനെ പിന്നെ മാനിങ് യെല്ലോയും ബോയിൻ വൈറ്റ് സ്യൂട്ടും ഒരുമിച്ച് ഇതെന്തൂട്ടത്. ഈ ചെറുക്കൻ രക്ഷപ്പെടുത്താൻ നോക്കുന്ന ഒരാളല്ലേ. എനിക്കത് കണ്ടപ്പോ ഞെട്ടി. ഇവരെന്താ ഒരുമിച്ച് വിചാരിച്ച് എന്തൊക്കെ നടക്കണ്. ഇനി അടുത്ത സീസണിൽ നീട്ടിക്കൊണ്ടുപോയിരുന്ന മതിയായിരുന്നു ഒരു പ്രോപ്പർ കൺക്ലൂഷൻ. എനിക്ക് തോന്നുന്നത്
ലോസ്റ്റില് ഇവന്മാര് ഒരു പ്രോപ്പർ കൺക്ലൂഷൻ ഉണ്ടായിരുന്നു ഒരു എൻഡിങ്. പക്ഷെ പ്രോപ്പർ എൻഡിങ് ഒന്നുമല്ല. അതേപോലെ കുറെ മിസ്റ്ററി ബാക്കി വെച്ചിട്ട് ഒരു ഓഞ്ഞ എൻഡിങ്ങിലേക്ക് എത്തിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതാവില്ല എന്ന് ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നു. കാര്യം നല്ലപോലെ ഇപ്പൊ ഒരു ട്രാക്കിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ ഒരു അറ്റ്ലീസ്റ്റ് ഫേമസ് ആണ് ഫ്രം. കാര്യം അതിന്റെ ഒരു സെറ്റിംഗ് കാരണമുണ്ട്. ഒരു ടൗണ്, അവിടെ പെട്ട ആൾക്കാർ, അവിടെ മോൺസ്റ്റേഴ്സ്, മിത്തിക്കൽ തിങ്സ്, ഫോക്ലോർ ഒക്കെ കാരണം കൊണ്ട് ആൾക്കാർ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആള് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു അവര് ഇത് ബെറ്റർ ആക്കിയേ പറ്റൂ. കാര്യം ആൾക്കാർക്ക് ഇപ്പൊ എക്സ്പെക്ടേഷൻ കൂടി. അതേപോലെ ഇനിയിപ്പോ വിക്ടറിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെങ്ങായി ലാസ്റ്റ് ഒന്ന് കലക്കിയുണ്ട്. മൂപ്പരാളുടെ അച്ഛൻ വന്ന് നോക്കിക്കൊണ്ടിയപ്പോ ഈത്തൻ കറക്റ്റ് ടൈമിൽ നോക്കി മൂപ്പരാൾ ചാടിയിട്ട് കണ്ടതാക്കി. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ സർവൈവൽ ചാൻസ് ഉള്ളത് എങ്ങനെ പോയാലും മൂപ്പരാക്കായിരുന്നു, നമ്മുടെ വിക്ടറിനായിരുന്നു. എങ്ങനെയാണ് എത്ര കാലായി അയാള്. പക്ഷെ അയാള് കുറെ കാര്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട്. അത് രണ്ടെണ്ണം സാറ കൊടുത്ത ചിലപ്പോ പറയായിരിക്കും. എന്നാലും ഹീസ് ഗോൾഡ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ ഈ 10th എപ്പിസോഡിനെ കുറിച്ച്? എനിക്കൊരു ആവറേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഒരു നന്നായിട്ട് അത്ര അടിപൊളിയായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒരു സീസൺ എൻഡിങ് കാര്യം ഇതിനെക്കാട്ടും ബെറ്റർ ആയിരുന്നു ബാക്കി എപ്പിസോഡ് എന്നുള്ളത് കൊണ്ടായിരിക്കും എനിക്കൊരു ഗ്രേറ്റ് സീസൺ എൻഡിങ് എന്നുള്ളൊരു കാര്യം തോന്നിയിട്ടില്ല. ദർ വാസ് ഗുഡ് ഇവന്റ്സ് ഹാപ്പനിങ് ത്രൂ ഔട്ട് ദി എപ്പിസോഡ്, ബട്ട് ഒരു ഗ്രേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് എൻ്റെ ഒപ്പീനിയൻ. സോ പ്ലീസ് കമന്റ് ഡൗൺ യുവർ ഒപ്പീനിയൻസ്. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? നിങ്ങൾ ഇനിയിപ്പോൾ സീസൺ 5 വെയിറ്റിംഗ് ആണോ? സീസൺ 5 എനിക്ക് തോന്നുന്നു 2028 ഇറങ്ങാൻ പോകുന്നുണ്ട്. ഷൂട്ടിങ് തുടങ്ങിയെന്ന് പോലും അറിയില്ല. ആ ബോയ് വൈറ്റ് ഒക്കെ എത്ര ഓൾഡ് ആവുകയാണോ? ആ ചെക്കൻ വലുതായി എങ്ങോട്ടെത്താനാണോ അറിയില്ല. ഇവറ്റകൾക്കൊന്നും മരണമില്ലേ ആ ലോകത്ത്? അള്ളാഹ്ക്ക് അറിയാം. പക്ഷെ കുറെ സംഭവങ്ങൾ നൈസ്. ഇറ്റ് വാസ് എ ഗുഡ് സീരീസ്. എന്തായാലും വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. ബൈ ഗൈസ്, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പറ്റുവെച്ച് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മറക്കാതിരിക്കുക.